ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് നോക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസംബ്ലി എന്താണെന്ന് നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാർട്ട് ഡ്രോയിങ് വരച്ചു, അപ്പോൾ എല്ലാം കൂടെ ഒരൊറ്റ ഡ്രോയിങ്ങിലാണ് വരച്ചത്. അപ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ആകുന്നു ആ ഡ്രോയിങ്സ്. അപ്പോൾ നമ്മൾ പാർട്ട് ഡ്രോയിങ് മാറ്റിയിട്ട് നമ്മൾ അസംബ്ലി എടുത്തു വെച്ച് വരയ്ക്കുകയാണെങ്കിൽ, അതായത് പാർട്ട് ഡ്രോയിങ്ങിൽ വരച്ച ഓരോരോ പാർട്സുകളും നമുക്ക് അസംബ്ലിയിൽ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് കുറച്ചുകൂടി ബെനിഫിറ്റുകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മോഷൻ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ആ മൂവ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരേ പാർട്ടിന് റിപ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സോൾവർക്സ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ അസംബ്ലിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ 2-3 പാർട്ടുകൾ വരച്ചിടാൻ പോവുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ആദ്യമായിട്ട് തന്നെ സോൾവർക്സ് ഓപ്പൺ ആക്കിയൊരു ന്യൂ പേജ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ, അതായത് ഞാൻ ഫ്രണ്ട് പ്ലെയിൻ എടുത്തു. ഓക്കെ, അതിന് മുമ്പായിട്ട് ഞാൻ അതിൻ്റെ യൂണിറ്റ്സുകളെല്ലാം ഇപ്പോൾ എല്ലാം സെൻറ്റിമീറ്റർ ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ഞാൻ ഫ്രണ്ട് പ്ലെയിൻ എടുത്തു. ഞാനിവിടെ ഒരു പാർട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്, എന്തെങ്കിലും ഒരു പാർട്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു 2 സർക്കിൾ വരച്ച് ദെൻ അതിനെ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ എക്സ്ട്രൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിന് ഡയമെൻഷൻ കൊടുക്കുകയാണ്. ഓക്കെ, എന്ന് പറയുന്നത് ഒരു 5. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ഒരു 10 ഒന്ന് കൊടുത്തു. ദെൻ ഞാൻ എക്സ്ട്രൂഡ് ചെയ്തു ഏകദേശം ഒരു 10 സെൻറ്റിമീറ്ററിൽ ഞാൻ എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, ഇതിന് ശേഷം ഞാൻ ഈ പാർട്ട്, ഓക്കെ, ഇതിന് ഞാൻ എന്തെങ്കിലും ഒരു അപ്പിയറൻസ് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിതിനിപ്പോൾ ഒരു ഗ്രീൻ കളർ കൊടുത്തു. ഞാനിനി അത് സേവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കൺട്രോൾ സേവ് കൊടുത്തിട്ട് ഇപ്പോൾ ഇന്നൊരു അസംബ്ലി എന്ന് പറഞ്ഞ് അസംബ്ലിയുടെ അസിയാണ്. ഓക്കെ, അസംബ്ലി എന്ന് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു പാർട്ട് 1 എന്ന പേരെടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ സേവ് ചെയ്തു. ഞാൻ വീണ്ടും ഒരു പാർട്ടോടെ തുടങ്ങിയാണ്. ഓക്കെ, ഞാനൊരു പാർട്ട് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഞാൻ അതിൽ യൂണിറ്റ്സ് സെൻറ്റിമീറ്റർ തന്നെ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും ഒരു സ്കെച്ച് എടുത്തു. ഒരു 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഷാഫ്റ്റ് വരയ്ക്കാൻ പോവുകയാണ്. 5. ദെൻ അതിനെ എക്സ്ട്രൂഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ലെങ്തിൽ, അപ്പോൾ ഒരു 15 ലെങ്തിൽ ഞാൻ എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, ഇതിന് ഞാൻ കളർ കൊടുക്കാൻ പോവുകയാണ്. അതിനൊരു യെല്ലോ കളർ കൊടുത്തു. ഓക്കെ, ഞാൻ ഇതിനെ സേവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പാർട്ട് 2 എന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്തു. ഇനിയാണ് നമ്മൾ അസംബ്ലിയിലോട്ട് തിരിയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഫയൽ എടുത്തു. ദെൻ ന്യൂ, നമ്മൾ അസംബ്ലി ഓപ്പൺ ആക്കി. ഓക്കെ, അസംബ്ലി ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുന്നത്. നമ്മുടെ സെയിം മറ്റേ വിൻഡോയും ഇതായിട്ട് വളരെ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷേ ഇതിലുള്ള ടൂൾസുകൾ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതിൽ അസംബ്ലി, ലേഔട്ട്സ്, സ്കെച്ച്, അങ്ങനെ കുറച്ച് ടൂൾസുകളാണ്, കുറച്ച് ടാബ്സുകളാണുള്ളത്. അപ്പം നമുക്ക് അസംബ്ലി എന്നുള്ള ടാബ് എടുത്തിട്ട് അതിൽ ഇൻസേർട്ട് കോമ്പോണൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് വരച്ച് വെച്ചാൽ അതെല്ലാം നമുക്കിവിടെ ബ്രൗസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പാർട്ട് 1 സെലക്ട് ചെയ്തു. ഞാൻ പാർട്ട് 1 ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ട് 1 നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഇൻസേർട്ട് കോമ്പോണൻറ്റിൽ പോയിട്ട് പാർട്ട് 2 സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ട് 2 വന്നു കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഒരു സിലിണ്ടറിക്കലായിട്ടുള്ളൊരു പോർഷൻ, പിന്നെ 2 സിലിണ്ടറിക്കലാണ്, 1 ഹോളോ സിലിണ്ടറിക്കലാണ്. ഓക്കെ, അപ്പോൾ
എനിക്ക് ഇപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് ഇതിനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എനിക്കിവിടെ മേറ്റ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ടോ, അതായത് ഈ അസംബ്ലിയിൽ തന്നെ മേറ്റ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അപ്പം മേറ്റ് എടുക്കുമ്പോഴത്തേക്ക് എനിക്കിവിടെ അതിൻ്റെ പ്രോപ്പർട്ടി മാനേജർ വന്നു. ഓക്കെ, അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മേറ്റ്സ്, ദെൻ അനാലിസിസ്. ഓക്കെ, അനാലിസിസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ നമുക്ക് മേറ്റ് ചെയ്യുന്നത് മാത്രം പഠിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ പാർട്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് മേറ്റ് സെലക്ഷനിൽ ഈ ഫേസ് സെലക്ട് ചെയ്തു. ഞാൻ ഈ ഫേസ് സെലക്ട് ചെയ്തു, കണ്ടോ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സർഫസും ഈ സർഫസും കൂടെ വന്ന റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രിക് എന്ന് പറഞ്ഞ റിലേഷൻ വന്നു. ഓക്കെ, ഞാനിപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും കൊടുക്കാൻ പോകണം. ഞാനിപ്പോൾ ഈ ഫേസും ഇപ്പം മേറ്റെടുത്തതിന് ശേഷം ഈ ഫേസും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ വരുന്ന റിലേഷൻ കണ്ടോ, കോയിൻസിഡൻറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഞാനത് വിട്ടു. ഞാനിപ്പോൾ ഈ പാർട്ടും ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഈ പാർട്ടും ഇവിടെ കൂടെ കോയിൻസൈഡ് ഇതും കൂടെ സെലക്ട് ചെയ്തു. ഓക്കെ, ഈ പാർട്ട് സെലക്ട് ചെയ്തു, കോൺസെൻട്രിക് എടുത്തു, കണ്ടോ. ഞാൻ കോൺസെൻട്രിക് എടുത്ത് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ഷാഫ്റ്റ് ഈ ഹോളോ സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞു. പക്ഷേ അത് അകത്തോട്ട് കയറിയെങ്കിലും അതിന് ഇങ്ങനെ ഒരു മോഷൻ ഇപ്പോഴും സാധ്യമാണ്. ഓക്കെ, ഇതതിൻ്റെ സെൻട്രലാണെന്നേ ഉള്ളൂ. അതായത് ഈ സർഫസും കോൺസെൻട്രിക് ആണെന്നുള്ള ഒരു റിലേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിന് ഇതുപോലുള്ള ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് സാധ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് സാധ്യമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്കത് വിസിബിൾ ആവാത്തതാണ്. ഓക്കെ, നമുക്കത് വിസിബിൾ ആവണമെങ്കിൽ നമുക്കൊരു വഴിയുണ്ട്. ഓക്കെ, പാർട്ട് 2 ഓപ്പൺ ആക്കിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രൊജക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കത് വിസിബിൾ ആവും കുറച്ചുകൂടെ. അപ്പോൾ ഞാൻ ഇതിലെ സ്കെച്ച് എടുത്ത് വെച്ചിട്ട് ഓക്കെ, ഞാനിങ്ങനെ ഒരു പാർട്ട് കൂടെ കൊടുത്തു, ബിൽഡ് കൊടുത്തു. അടുത്തതിന് ശേഷം ഞാൻ അസംബ്ലിയിലോട്ട് വന്നു. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു റൊട്ടേഷൻ മൂവ്മെൻറ്റും പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് നമ്മുടെ ഇതിൻ്റെ പർപ്പസ് ഇപ്പോൾ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിൽക്കണം, റൊട്ടേഷൻ മാത്രമേ ഉണ്ടാകാവൂ. ലോഞ്ചിറ്റ്യൂഡിൽ അതായത് ലെങ്ത് വൈസുള്ള മോഷൻ എനിക്ക് അറസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മേറ്റ് എടുത്തു. ഓക്കെ, ഞാൻ ഈ സർഫസും സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്ന റിലേഷൻ എന്ന് വെച്ചാൽ കോയിൻസൈഡ് ചെയ്തു. ഓക്കെ, ദെൻ ഞാൻ ടിക്ക് കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് ആകെ ഒറ്റ മോഷൻ മാത്രമേ പോസിബിൾ ആവത്തുള്ളൂ. അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ മോഷൻ നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, അത് വെറുതെ ആ ഒരു പോയിന്റിൽ റൊട്ടേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഇനി ഞാനിപ്പോൾ ക്ലോസ് ചെയ്തു. എനിക്കിപ്പോൾ ഞാൻ കൊടുത്ത റിലേഷൻസൊക്കെ എനിക്ക് ഒന്നുകൂടെ കാണണം. അങ്ങനെയാണെങ്കിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ മേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമ്മളിവിടെ കൊടുത്തേക്കുന്ന റിലേഷൻസ് നമുക്കിവിടെ വിസിബിൾ ആവും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രിക്, രണ്ടാമത്തെ കോയിൻസിഡൻറ്റ്. ഓക്കെ, ഞാനിപ്പോൾ ഈ കോയിൻസിഡൻ്റ് എന്ന് പറഞ്ഞ റിലേഷൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ വീണ്ടും എനിക്ക് ആ മോഷൻ പോസിബിളായി, കണ്ടോ. ഇനി ഞാനിത് ക്ലോസ് ചെയ്തിട്ട് എനിക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ്. അതായത് ഇതിപ്പോൾ ഈ സർഫസും ഇതിൻ്റെ അകത്തുള്ള സർഫസും കൂടെ നമുക്ക് എന്താണ് കോയിൻസിഡൻ്റ് ചെയ്യേണ്ട. എനിക്ക് ഈ ഇവിടം വരെയുള്ളൊരു ഡിസ്റ്റൻസ് അറിയാം. ആ ഒരു ഡിസ്റ്റൻസിലാണ് ഈ ഷാഫ്റ്റ് നിൽക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ മേറ്റ് എടുത്തിട്ട് ഈ സർഫസും സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ഫസ്റ്റിലെ തന്നെ കോയിൻസിഡൻ്റ് എന്ന് പറഞ്ഞ റിലേഷനിലോട്ട് വരും. പക്ഷേ എനിക്ക് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിസ്റ്റൻസാണ്. ഇപ്പോൾ ഇത് യൂണിറ്റ്സ് എല്ലാം ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 2 ഇഞ്ച് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ,
അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു സെക്ഷൻ വ്യൂ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ? അതിൻ്റെ ഒരു സെക്ഷൻ വ്യൂ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 2 ഇഞ്ചാണ്. ഓക്കെ, ഇതിന് ഇങ്ങനെയുള്ള ഒരു മോഷൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ 2 ഇഞ്ചായിട്ട് കൊടുത്തു. ഇനി ഞാൻ വീണ്ടും ആ ഒരു മേറ്റ് പ്രോപ്പർട്ടി മാറ്റാൻ പോവുകയാണ്. ഓക്കെ, ഡിസ്റ്റൻസ് എടുത്ത് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും ആ ഒരു റിലേഷൻ കളഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ മേറ്റ് വരും. ഓക്കെ, ഈ മേറ്റ് കൊടുത്തിട്ട് ഞാൻ ഈ അകത്ത് ഇതും കൂടെ ക്ലിക്ക് ചെയ്തു. ഇനി ഒരു പാരലൽ എന്ന് പറഞ്ഞൊരു റിലേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, പാരലൽ എന്നുള്ള റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അത് രണ്ടും പാരലലായി കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്, അതായത് ഈ സർഫസും ഇനി നമുക്ക് ഈ സർഫസിന് നമുക്കിനി ഇങ്ങോട്ടോട്ട് ടിൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സർഫസും എപ്പോഴും പാരലൽ തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മൾ കോൺസെൻട്രിക് എന്ന് പറഞ്ഞ റിലേഷൻ കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ടുള്ള മോഷൻ അറസ്റ്റ് ആയത്. നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഞാനിവിടെ ഇത് ക്ലോസ് ചെയ്തു. ദെൻ ഇവിടുത്തെ ഈ കോൺസെൻട്രിക് എന്ന് പറഞ്ഞ റിലേഷൻ ഞാൻ എടുത്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി എനിക്കുള്ള ഒരേ ഒരു റിലേഷൻ എന്ന് വെച്ചാൽ പാരലൽ റിലേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെയാണ് മൂവ്മെൻറ്റ്. പക്ഷേ നമുക്ക് ഇതിനെ വേറൊരു ഡയറക്ഷനിലോട്ട് തിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ സർഫസും ഇനി എപ്പോഴും പാരലൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതാണ് അസംബ്ലിയിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും മോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. ഇപ്പോൾ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മോഡലും കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുന്നുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് പ്രിലിമിനറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ എല്ലാ റിലേഷൻസും എടുത്ത് കളഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വേറെ ഏതെങ്കിലും റിലേഷൻ കൊടുത്ത് നോക്കാം. ഇതും മേറ്റ് ചെയ്തിട്ട് നമുക്ക് ടാൻജൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ടാൻജൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതെപ്പോഴും ആ ഒരു സർഫസിന് ടാൻജൻ്റ് ആയിരിക്കും. കണ്ടോ, ഇതെപ്പോഴും ടാൻജൻ്റ് ആയിരിക്കും. നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യിച്ചാലും അത് ടാൻജൻ്റ് തന്നെ ആയിരിക്കും. കണ്ടോ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. മെയിനായിട്ട് നമ്മൾ മേറ്റ്സ്, പിന്നെ ഈ അസംബ്ലിയിൽ മേറ്റ്സാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ മോഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇനിയുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരേ പാർട്സിന് 2-3 എണ്ണം വേണം. അപ്പോൾ ഞാൻ വീണ്ടും ഈ ഇൻസേർട്ട് കോമ്പണൻറ്റ് കൊടുത്തിട്ട് പാർട്ട് 2 വീണ്ടും എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പാർട്ട് 2 വരും. അതല്ലെങ്കിൽ നമ്മൾ ഈ പാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഓക്കെ, ഇത് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ വരും. ഓക്കെ, കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ എത്ര നമ്പേഴ്സ് ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാറ് നമ്മൾ ഡിസൈൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ വീൽസ് എല്ലാം സെയിം ഡയമെൻഷനാണ്. അപ്പോൾ നമ്മൾ ഈ വീൽസ് എല്ലാം റിപ്പീറ്റായിട്ട് നമ്മൾ പാർട്ട് ഡ്രോയിങ് ചെയ്യുമ്പോഴത്തേക്ക് 4 വീൽസ് നമ്മൾ വരയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അസംബ്ലി ചെയ്യുമ്പോഴത്തേക്ക് ഒരൊറ്റ വീൽസ് ഉണ്ടാക്കിയാൽ മതിയാവും. ആ വീൽസിന് നമുക്ക് മോഷനും കൊടുക്കാൻ പറ്റും. കാരണം അതിന് മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിന് വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ആൾറെഡി ഒരു ഡ്രോയിങ് ചെയ്തിട്ടിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഓപ്പൺ കൊടുത്തു. ഞാൻ ആൾറെഡി ഒരു ജീപ്പ് എന്നും പറഞ്ഞ് ഒരു ഡ്രോയിങ് വരച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ വരച്ച ആ ഒരു ജീപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പാർട്ട് ഡ്രോയിങ് വെച്ച് വരച്ചപ്പോഴത്തേക്ക് നമുക്ക് അതിന് മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ റിലേഷൻസ് ഒക്കെ എടുത്ത് കളയാൻ പോവുകയാണ്. ഓക്കെ, ഒരുപാട് റിലേഷൻസും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്.
നമ്മൾ മേറ്റ് ചെയ്ത ആ ഒരുപാട് റിലേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഈ ഒരു വീൽസ് നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഈ വീൽസിനെ ഇവിടെ ഈ ഒരു ഷാഫ്റ്റുമായിട്ട് മേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് ക്ലിക്ക് ചെയ്തു. ഇത് ക്ലിക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ വേണ്ട, ഈ ഒരു സർഫസ് ക്ലിക്ക് ചെയ്തു, മേറ്റ് കൊടുത്തു. ഓക്കെ, മേറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് ആൾറെഡി ആ ഒരു സർഫസും ഞാൻ സെലക്ട് ചെയ്ത സർഫസും തമ്മിൽ കോയിൻസിഡൻ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, നമുക്കത് എന്തായെന്ന് നോക്കാം. നമുക്ക് അതിന് വേണ്ടി ക്ലോസ് ചെയ്തിട്ട്, ഓക്കെ, ക്ലോസ് ചെയ്തിട്ട് ഈ വ്യൂ മേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, കോയിൻസിഡൻ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പോൾ ഈ ഒരു സർഫസും ആ ഒരു സർഫസും എപ്പോഴും കോയിൻസിഡൻ്റ് തന്നെ ആയിരിക്കും. നമുക്ക് വേറെ രീതിയിലും മൂവിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർഫസ് മാറ്റിയിട്ട് നമ്മൾ ഇത് സെലക്ട് ചെയ്തു. വീണ്ടും ഞാൻ മേറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് ഈ ഒരു സർഫസുമായിട്ട് മേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ അത് മേറ്റായി കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഷാഫ്റ്റിൽ നമ്മൾ 2 റിലേഷൻ കൊടുത്തപ്പോഴത്തേക്ക് ഈ ഒരു ടയർ അതിൽ ഫിക്സ് ആയി. കണ്ടോ, ഇതിനിപ്പോൾ മോഷൻ പോസിബിളാണ്. കണ്ടോ, അപ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ മോഷൻ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ അസംബ്ലി വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കണ്ടോ, ഇതിനിപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ കൊടുത്തുകൊണ്ട് ഇത് കോൺസെൻട്രിക്കും കോയിൻസിഡൻറ്റുമാണ്. അങ്ങനെ 2 റിലേഷൻ കൊടുത്തപ്പോഴത്തേക്ക് ഇതിന് ഒരു ഇൻഡിവിജ്വൽ ടയറാണ്, അതിന് മോഷനുണ്ട്. ഓക്കെ, ഞാൻ ഇനി ഇപ്പുറത്തെ സൈഡിലുള്ള ടയർ എടുത്തു. ഓക്കെ, നമുക്ക് ഇതിനും അതേപോലെയുള്ള റിലേഷൻ കൊടുക്കാം. ഞാനിപ്പോൾ ഈ പോയിൻറ്റും ഈ പോയിൻറ്റുമായിട്ട് കോൺസെൻട്രിക് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ അതിനും മോഷൻ പോസിബിളായി. ഇതാണ് നമ്മുടെ അസംബ്ലി എന്ന് പറയുന്ന ഡ്രോയിങ്ങിൽ ഒരു ഫീച്ചർ. അസംബ്ലി എന്ന് പറയുന്ന എന്താണ്, നമ്മൾ പാർട്ട് ഡ്രോയിങ് കണക്ക് വരയ്ക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൽ അസംബ്ലിയിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന മേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ടൂളിൻ്റെ ഒരു ആപ്ലിക്കേഷനും അതെങ്ങനെയാണെന്നും ഉള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഇതുപോലുള്ള നമുക്ക് എന്ത് കാര്യങ്ങൾ വരച്ചാലും ഇതുപോലുള്ള റിലേഷൻസ് കൊടുക്കാം. നമുക്ക്